അസ്സലാമലൈക്കും. ബലിപെരുന്നാളിൻ്റെ ലീവൊക്കെ കഴിഞ്ഞ് നമ്മൾ കോളേജിൽ പോകട്ടെ. കുറേ ദിവസം വീട്ടിലും ചങ്ങായിമാരെ കൂടെയൊക്കെ അടിച്ച് പൊളിച്ച് പിന്നെ കോളേജിൽ പോകുമ്പോൾ വല്ലാത്തൊരു സാഡ് ഫീലിംഗ്. നമ്മൾ പഠിപ്പിക്കലും അടുത്താണ് ജോലി ചെയ്യുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിലും ലീവൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ മനസ്സിലൊരു വിഷമം എന്താണെന്നാവും. അപ്പം ഞാൻ ആലോചിക്കായിരുന്നു, ഈ നാടൊക്കെ വിട്ട് ഗൾഫ് പോകണൊക്കെ അവസ്ഥയല്ല, ഓരോ ഗതികേട് കൊണ്ട് പോയി അധ്വാനിക്കല്ലേ. എന്തായാലും എല്ലാവർക്കും സന്തോഷം കൊടുക്കട്ടെ പഠിച്ചോ. ഷിബു നമ്മളെ ബൈക്കിൽ തിരൂരൂറ്റാക്കി തന്ന് പോയിട്ട് ഞാനാണെങ്കിൽ ബസ് വരാത്ത കണ്ടപ്പോൾ ഒരു ചായയും കടി തന്ന് അവിടെ ഇരുന്ന്. പിന്നെ ബസ്സൊക്കെ കിട്ടി കോളേജിൻ്റെ അവിടെ വന്നിറങ്ങിയപ്പോൾ നല്ല മഴ. ഇവിടുന്ന് കോളേജിലേക്ക് നടക്കാനുള്ള പക്ഷെ അതിനും പറ്റാത്ത അവസ്ഥയുണ്ട്. കുറേ മഴ മാറി വെച്ചിട്ട് വെയിറ്റ് ചെയ്തു. ഒരു രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ കൂടെ വർക്ക് ചെയ്യണ ഉദവിനെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ മൂപ്പര് ഫുൾ ലുക്കിൽ മഴത്ത് നമുക്കൊരു റെയിൻ കോട്ടൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഇറങ്ങി. പക്ഷെ ഇങ്ങനത്തെ മഴത്ത് ഇതിട്ടിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല മഴയും റോട്ടിലൊക്കെ ആകപ്പാടെ വെള്ളം കയറിയ വല്ലാത്തൊരവസ്ഥ തന്നെയായി. എന്തായാലും കുറച്ച് നനഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ കോളേജിലെത്തിയിട്ട് അൽഹംദുലില്ലാ ലീവ് കഴിഞ്ഞ് വരുന്നോണ്ട് തന്നെ കുട്ടികൾക്ക് രക്ഷിതാക്കൾക്ക് കഴിയുമ്പോൾ ഒരു മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചിരുന്നു. നമ്മളെ ഹുദവിന്റെ ഒരു കൂട്ടുകാരൻ റബി ഹുദവിയായിട്ട് ക്ലാസ് എടുത്തത്. എന്താ പറയുക, നമുക്ക് രക്ഷിതാക്കളും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. ഇത്ര നല്ല രീതിയിൽ കുറഞ്ഞ സമയത്ത് മനോഹരമായ ക്ലാസ് എടുത്ത റബി ഹുദവിക്ക് നന്ദി അറിയിക്കണം. പിന്നെ വൈകുന്നേരം ലീവൊക്കെ കഴിഞ്ഞ് വന്നാൽ വെച്ചിട്ട് ഞാനും ഉസ്താദുമാരും കൂടി ബർഗറും ചായയും കുടിച്ച് ഇന്നത്തെ ഡേ റാഹത്താക്കി. അപ്പം എന്നാൽ ശരി, മാസ്സലാമ.